ഓം നമഃശിവായ. ഹിന്ദു വിശ്വാസികൾക്ക് ധാരാളം വ്രതാനുഷ്ഠാനങ്ങളുണ്ട്. ഈ വ്രതങ്ങൾ നമ്മൾ എടുക്കുന്നത് ഈശ്വര കടാക്ഷമുണ്ടാവാനും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവാനുമാണ്. അതായത് കുടുംബത്തിലുണ്ടാവുന്ന അസ്വസ്ഥത, കടബാധ്യത, രോഗാദി ദുരിതങ്ങൾ, ദാരിദ്ര്യം, ധനനഷ്ടം, ജോലി ഇല്ലാതിരിക്കൽ, ഇതിനൊക്കെയുള്ള പരിഹാരമാണ് വ്രതങ്ങൾ. തിങ്കളാഴ്ച വ്രതം കൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കുള്ള പങ്കാളികളെ ഭഗവാൻ നേരത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ പിറക്കുമ്പോൾ തന്നെ ആണിനായാലും പെണ്ണിനായാലും തുണയായി ഒരാൾ വേണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിവാഹപ്രായമാവുമ്പോൾ ആ ആൾ വന്നു ചേരും. തിങ്കളാഴ്ച വ്രതം ചിട്ടയോടെ എടുക്കുന്നതിലൂടെ ദുസ്വഭാവം ഒന്നുമില്ലാത്ത ദീർഘായുസ്സുള്ള ഒരു പങ്കാളിയെ തന്നെ കിട്ടും. എല്ലാവിധ ഐശ്വര്യവും ദീർഘായുസ്സും ഉണ്ടാവും. അതിനായി നമ്മൾ വ്രതം നോക്കുമ്പോൾ ചില ചിട്ടകൾ പാലിക്കണം. എന്താണെന്ന് വെച്ചാൽ, വ്രതം എടുക്കുന്ന ആൾ അതിരാവിലെ കുളിച്ച് ശുദ്ധിയായി വിളക്ക് വെച്ച് ശിവഭഗവാനെ പ്രാർത്ഥിക്കണം. ശിവഭഗവാൻ മാത്രമുള്ള ഫോട്ടോ അല്ല കേട്ടോ. ശിവഭഗവാനും പാർവതീദേവി, ഗണേശ ഭഗവാൻ, സുബ്രഹ്മണ്യ ഭഗവാൻ ഉള്ള കുടുംബ ചിത്രം വെച്ച് വേണം പ്രാർത്ഥിക്കാൻ. പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം. അന്ന് മുഴുവൻ നമ്മുടെ മനസ്സിൽ ആ മന്ത്രം ഉണ്ടാവേണം. അല്ലെങ്കിൽ ശിവകീർത്തനങ്ങൾ, സ്തുതികൾ ഒക്കെ ആവാം. എല്ലാ തിങ്കളാഴ്ചയും വ്രതം എടുക്കണം എന്ന് മാത്രമല്ല, ഭക്ഷണത്തിലും ചില നിബന്ധനകൾ പാലിക്കണം. തിങ്കളാഴ്ച ദിവസം ഒരിക്കൽ മാത്രം അരിഭക്ഷണം കഴിക്കാവൂ. പിന്നീട് പഴങ്ങളോ പാലോ കഴിക്കാം. ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഒരു ത്യാഗമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഒഴിവാക്കിയുള്ളൊരു ത്യാഗം. ഭക്ഷണം നമ്മളുടെ മനസ്സിനെയും ചിന്താഗതികളെയും വളരെയേറെ സ്വാധീനിക്കും. സസ്യാഹാരം കഴിക്കുന്നവർക്ക് സാത്വിക ഭാവം കൂടും. പക്ഷേ മത്സ്യമാംസാദികളും എരിവ്, പുളി ഇതൊക്കെ കൂടുതൽ കഴിക്കുന്നവർക്ക് ദേഷ്യം, കോപം ഇവയെല്ലാം കൂടുതലായിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രമാത്രം: വ്രതം നോൽക്കുന്ന ദിവസം ഇതെല്ലാം ഒഴിവാക്കി ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിക്കുക. പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ ഈ വിധത്തിൽ വ്രതങ്ങൾ അനുഷ്ഠിക്കാം. വല്ലാതെ വിശപ്പ് സഹിക്കാൻ പറ്റാത്തവർക്ക് പഴങ്ങൾ കഴിക്കാം, പാല് കുടിക്കാം. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുകയാണ് ആദ്യം വേണ്ടത്. ഈ പറഞ്ഞ രീതിയിൽ വ്രതം എടുത്തു നോക്കൂ. തീർച്ചയായും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവും. നമ്മുടെ കൂട്ടിനായി നമുക്കായി ഭഗവാൻ കണ്ടുവെച്ച ആൾ ആരാണോ അവർ ശാന്തിയും സമാധാനവും ഐശ്വര്യവും തരും. കുടുംബം നോക്കാതെ കള്ള് കുടിച്ചും ചീട്ട് കളിച്ചും പെണ്ണ് പിടിച്ചും നടക്കുന്നവരാണെങ്കിൽ പോലും ഇന്ന് തൊട്ടുള്ള എല്ലാ തിങ്കളാഴ്ചയും ഈ വ്രതം എടുത്തു നോക്കൂ. ആ മനുഷ്യൻ്റെ ദുസ്വഭാവങ്ങൾ പതുക്കെ മാറുന്നത് കാണാം. കുറച്ച് നേരത്തെ എടുക്കാമായിരുന്നു എന്ന് വരെ തോന്നും. മക്കളെ കൊണ്ടും ചിട്ടയോട് കൂടി ഈ വ്രതം എടുപ്പിക്കുക. തിങ്കളാഴ്ച വ്രതം നല്ലൊരു നാളേക്കായി ഇത് എല്ലാവരിലേക്കും എത്താൻ ഷെയർ ചെയ്യണേ. ഓം നമഃശിവായ.